അച്ഛാ, മുദ്രപത്രം ഒപ്പം ഒരുമാതിരി തിരുവാതിരയായല്ലോ. 2 കഷണം പേപ്പർ കീറി കളഞ്ഞതല്ലേ ഉള്ളൂ. മുദ്രപത്രം ഇനിയും മേടിക്കാം. പാർവതിയെ ഗിരിയിൽ നിന്നും അകറ്റി നിർത്തിയാല് നമുക്ക് എളുപ്പം കാര്യം സാധിക്കാം. അതിനെന്തൊരു വഴി? എടാ, ഈ തിരുവോണ രാത്രി ഒന്ന് വെളുത്തോട്ടെ. ഇപ്പൊ സമയം എത്രയെന്ന് അച്ഛൻ അറിയോ? 10 മണി കഴിഞ്ഞു. രാവിലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമാകുമ്പോ ഇവിടെ എത്തണമെന്ന്. അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ ഇവിടെ വന്നു. അച്ഛൻ മാത്രമേ ഇവിടെ ഇല്ലായിരുന്നുള്ളൂ. അത് മോളെ വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഓണമല്ലേ. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോ ഞാനൊന്ന് കുടിച്ചു. അത് എനിക്ക് മനസ്സിലാവും ഓണമാണ്, ഈ ശീലമൊക്കെ ഉള്ള ആളാണെന്ന്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വെക്കണ്ട അച്ഛ. ഇന്ന് അച്ഛനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമാവുമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായേനെ. അച്ഛൻ വരാത്തതില് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ആരും അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തിനാ അച്ഛ അച്ഛന്റെ ഈ ദുശീലം കൊണ്ട് മറ്റുള്ളവരിങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എത്ര തവണ അച്ഛൻ ഉപദേശിച്ചതാ. എന്നോടൊരു ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ അനുസരിച്ചേനെ. അയ്യോ മോളെ, മോളോട് സ്നേഹമില്ലെന്ന് മാത്രം പറയല്ലേ. മോള് പടനിലത്ത് ജനിച്ചെന്നേ ഉള്ളൂ. മോള് വളർന്നത് ഇവിടെ അല്ലേ, എന്റെ പിള്ളേരുടെ കൂടെ അല്ലേ. ഞാൻ കുടിച്ചു പോയി, തെറ്റ് തന്നെയാ അത്. എന്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. മാറാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും ഞാൻ ചെന്നെത്തുന്നത് അവിടെ തന്നെയാ. എപ്പോഴും അബോധാവസ്ഥയിൽ ജീവിക്കാനാ എനിക്കിഷ്ടം. അപ്പോ ഒന്നും ഓർക്കണ്ടല്ലോ.